ഹലോ, ഇതെൻ്റെ ഹെയർ കെയർ ഡേ ആണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ പേരയുടെ ഇലയാണ് എടുത്തേക്കുന്നത്. തളിരില നോക്കി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ മിക്കപ്പോഴും തളിരിലയാണ് ഈ ഒരു പാക്കിനായിട്ട് എടുക്കാറുള്ളത്. അപ്പം പേരയുടെ ഇല ഇവിടെ പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് വേപ്പിലയാണ്. ഇവിടെ ആകെ കുഞ്ഞ് വേപ്പ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഏകദേശം മുഴുവൻ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടത് തുളസിയാണ്. തുളസി വന്നിട്ട് ഏത് തുളസി വേണമെങ്കിലും എടുക്കാം. ഇപ്പം എൻ്റെ വീട്ടിലുള്ളത് സാധാ തുളസിയാണെന്ന് തോന്നുന്നു. എന്തായാലും അതിൽ നിന്ന് കുറച്ച് പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഹെയറിന് ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം ഓരോ സാധനങ്ങൾ എടുക്കാനായിട്ട്. ഞാൻ എൻ്റെ മുടിക്ക് അനുസരിച്ചിട്ടാണ് ഇവിടെ ഓരോ സാധനം എടുത്തേക്കുന്നത്. നമുക്കിനി ഇതിനകത്ത് അവസാനമായിട്ട് വേണ്ടത് ഉലുവയാണ്. ഞാൻ 1 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിലാണ് ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തേക്കുന്നത്. ശേഷം ഇതിനകത്തേക്ക് ഞാനൊരു 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുടിക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇപ്പോൾ ഈ ഒരു അളവിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. അതായത് ആ ഒരു പെരയിലയുടെ കളറൊക്കെ കണ്ടില്ലേ, അതൊക്കെ നന്നായിട്ട് ചേഞ്ച് ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ ചൂടോടെ കൂടി തന്നെയാണ് അരിച്ചെടുത്തേക്കുന്നത്. പൊക്കി ഇങ്ങനെ അരിച്ചതാണ്. ആ സാധനം മുഴുവൻ അവിടെ താഴെ വീണ് ആകെ അലങ്കോലമായിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് തേക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ മുടി നല്ല ഡ്രൈ ആയിരുന്നു. അതുകൊണ്ട് ഓയിൽ ഞാൻ അതൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതുപോലെ ഞാനൊരു കോട്ടൺ എടുത്തിട്ട് ആ ഒരു നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒരു സിറം എന്ത് വേണമെങ്കിലും വിളിക്കാം, അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഞാനൊന്ന് സ്കാൽപ്പ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രേ ബോട്ടിൽ നിറക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ശേഷം ഞാൻ അത് മുടി കെട്ടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാണ് ചെയ്തേക്കുന്നത്. നോർമൽ വാട്ടറിലാണ് വാഷ് ചെയ്തേക്കുന്നത്.